ഇതിഹാസം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക എന്ന കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആരിത്? മൂക്കനോ? നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾക്ക് മൂക്കനെ അറിയില്ലേ? ഞാൻ മൂക്കന്റെ കഥ പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് യഥാർത്ഥ കഥയാണ്. മൂക്കന്റെ ചരിത്രം ആരംഭിക്കുന്നത് മൂക്കന് 24 വയസ്സുള്ളപ്പോഴാണ്. അല്ലെങ്കിലും മിക്ക മഹാന്മാരുടെയും 24-ാം വയസ്സ് ഒരു പ്രധാന സംഖ്യയില്ലേ? നമ്മുടെ ചരിത്ര പുരുഷനായ മൂക്കൻ ഒരു പാചകക്കാരനായിരുന്നു. വിദ്യാഭ്യാസം തീരെയില്ല. അടുക്കളയാണ് ലോകം. എല്ലാ മാസങ്ങളുടെ പേര് പോലും അറിയില്ല. പൊടി വലിക്കുക, ഉറങ്ങുക, പാചകം ചെയ്യുക, ഇതാണ് മൂക്കന്റെ എല്ലാ ദിവസത്തെയും പരിപാടി. ശമ്പളം വാങ്ങുന്നതും പൊടി മേടിച്ചു കൊടുക്കുന്നതും അമ്മ തന്നെ. അങ്ങനെ ഇരിക്കെയാണ് മൂക്കന് 24 വയസ്സ് തികഞ്ഞപ്പോൾ ഒരത്ഭുതം സംഭവിച്ചത്. വലിയ വിശേഷമൊന്നുമില്ല. മൂക്കിന്റെ നീളം ഒരിത്തിരി കൂടി, താടി വരെ. അത് 1 മാസം കൊണ്ട് പൂക്കള് വരെ വളർന്നു. നമ്മുടെ പാവം പാചകക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്താണെന്നോ? ഇത്രയും വലിയ മൂക്കുള്ള ആളെ കാണാൻ എത്തിയ ജനം. മനുഷ്യക്കടൽ. ടിവിക്കാർ, റിപ്പോർട്ടേഴ്സ്, സിനിമാക്കാർ എല്ലാവരെയും കൊണ്ട് ജോലിക്ക് നിർത്തിയ വീട്ടുകാർ സ്വയം കെട്ടും. നമ്മുടെ പാവം മൂക്കനും അമ്മയും വീണ്ടും പട്ടിണിയിലായി. ഒരു ചെറ്റക്കുടലിൽ താമസം തുടങ്ങി. സൂത്രത്തിൽ കഥ കടച്ചതോടെ ജനങ്ങൾ ശബ്ദമുയർത്തി. കുറെ പേർ കൈക്കൂലി കൊടുത്ത് മൂക്കനെ കണ്ടു. മൂക്കൻ 6 വർഷം കൊണ്ട് ലക്ഷ്യപ്രഭുവായി. 3 സിനിമകളിൽ മൂക്കൻ അഭിനയിച്ചു. 6 മഹാവാക്യം മൂക്കന്റെ മൂക്കിനെ വർണ്ണിച്ചെഴുതി. 9 മഹാന്മാർ മൂക്കന്റെ ജീവചരിത്രം എഴുതി പണവും പ്രശസ്തിയും നേടി. മൂക്കന് സുന്ദരികളായ 2 സെക്രട്ടറിമാരെയും കിട്ടി. വിദ്യാസമ്പന്നർ. ലോക കാര്യങ്ങളെ പറ്റി മൂക്കനോട് ചോദിക്കും. മൂക്കന് അഭിപ്രായമില്ലെങ്കിൽ കാര്യം നിസ്സാരം. പിന്നെ ആരും അതിനെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഇരിക്കെയാണ് മൂക്കന്റെ ഒരു സെക്രട്ടറിയെ കൊണ്ട് പാർട്ടിക്കാർ മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്കാണെന്ന് അപഖ്യാതി വരുത്തിയത്. മറ്റേ സെക്രട്ടറി അവൾ പറയുന്നത് തെറ്റാണെന്ന് വാദിച്ചു. ജനങ്ങളും പാർട്ടിക്കാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെക്കണമെന്നും പറഞ്ഞ് രംഗത്തെത്തി. അവരാണല്ലോ സ്വർണ്ണ പതക്കവും ഒക്കെ നൽകിയത്. നമ്മുടെ പാവ മൂക്കൻ അറസ്റ്റിലായി. ജനങ്ങൾ മൂക്കനെ മറന്നു തുടങ്ങി. അപ്പോഴാണ് പ്രസിഡന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. മൂക്കന്റെ മൂക്ക് പരിശോധന മാർച്ച് 9-ന് 11 മണിക്ക് 48 രാജ്യങ്ങളിലെ ഡോക്ടർമാർ പരിശോധിക്കും. എല്ലാ ജനങ്ങളും ശാന്തമായിരിക്കുക. എല്ലാ ചാനലുകളിലും ആപ്പുകളിലും ജനങ്ങൾക്ക് കാണാം. എന്നാൽ മനുഷ്യർ എല്ലായിടവും കയ്യേറി. വാഹനങ്ങൾ, ടിവി, റിപ്പോർട്ടേഴ്സ് സ്റ്റേഷനുകൾ, പോലീസ് സ്റ്റേഷനുകൾ എല്ലാം കീഴടക്കി. മദ്യ ഷാപ്പുകൾ കീഴടക്കി. വർഗീയ ലഹളകൾ ഉണ്ടായി. അനേകർ മൂക്കൻ സമരത്തിൽ രക്തസാക്ഷികളായി. അങ്ങനെ മാർച്ച് 9-ന് 11 മണിക്ക് മൂക്കന്റെ മൂക്ക് പരിശോധന നടന്നു. ഒരു ഡോക്ടർ മൂക്കന്റെ മൂക്കിൽ മുട്ടുസൂചി വെച്ച് കുത്തി. ഇതാ വരുന്നു പരിശുദ്ധ ചോര. ചോര വന്നതോടെ മൂക്കന്റെ മൂക്ക് റിയൽ മൂക്കാണെന്ന് പ്രചരിച്ചു. എല്ലാവരും മൂക്കന് ജയ് വിളിച്ചു. പ്രസിഡന്റ് മൂക്കശ്രീ അവാർഡ് നൽകി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ ഈ കഥ വായനക്കാരനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി.